ഹായ് എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ നഗറ്റ്സ് ആണ്. ചിക്കൻ നഗറ്റ്സ് വളരെ ടേസ്റ്റിയായും ഈസിയായും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ബോൺലെസ് ചിക്കൻ, കുരുമുളക് പൊടി, സോയാ സോസ്, വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത മുട്ട, ബ്രെഡ് ക്രംസ്, കോൺഫ്ലോർ, നാരങ്ങനീര്. മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് ബോൺലെസ് ചിക്കൻ ആഡ് ചെയ്യാം. ഞാനിവിടെ 250 ഗ്രാമാണ് എടുക്കുന്നത്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പെടുക്കാം, 5 ഇല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, അര നാരങ്ങയുടെ നീര്, ഒരു ടീസ്പൂൺ സോയാ സോസ്. ഇവയെല്ലാം അരച്ചെടുക്കാം. ഈ മിക്സ്ചർ ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് കോൺഫ്ലവർ ആഡ് ചെയ്യാം. ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതി. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് റെഡിയായ ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാം കേട്ടോ. ഇനി ഓരോന്നും ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സുകൾ ഉണ്ടാക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് അല്പം കോൺഫ്ലവർ എടുത്ത് ഓരോ ഷേപ്സും അതിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഷേപ്സും കോൺഫ്ലോറിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഷേപ്സും മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കാം. മുട്ടയിൽ മുക്കുന്ന കൈകൊണ്ട് ബ്രെഡ് ക്രംസിൽ മുക്കാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാ ഷേപ്സും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ഷേപ്സ് ആയതിനാൽ കുട്ടികൾക്കൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. ഈ ഒരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഓയിൽ ഒഴിക്കാം. തീ അല്പം കൂട്ടുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നഗറ്റ്സ് ഇട്ട് കൊടുക്കാം.
ഞാനൊന്ന് സിമ്മാക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അല്പം സമയം കഴിഞ്ഞ് ഒന്നും കൂടെ മറിച്ചിടാം. അപ്പം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നെഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം.